ജലീലിനെതിരെ ഫിറോസിന്റെ പരോക്ഷ ആക്രമണം. മലയാളം സർവകലാശാല ഭൂമി ഏറ്റെടുക്കൽ ഇടപാട് വിവാദത്തിൽ മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി KT ജലീലിനെതിരെ മുസ്ലിം ലീഗ് നേതാവ് PK ഫിറോസ് വീണ്ടും കടുത്ത പരോക്ഷ വിമർശനവുമായി രംഗത്തെത്തി. സർവകലാശാല ഭൂമി തട്ടിപ്പിൽ ജലീൽ നേരിട്ട് ഇടപെട്ടുവെന്ന തെളിവുകൾ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ഫിറോസിന്റെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധ നേടുന്നത്. പത്രസമ്മേളനം നടത്തിയാൽ മണിക്കൂറുകൾക്കുള്ളിൽ മറുപടി നടത്തുകയും ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടാൽ മിനിറ്റുകൾക്കുള്ളിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്ന ഒരാളെ തെളിവുകൾ പുറത്തു വന്നതിനു ശേഷം കാണാനില്ല എന്നായിരുന്നു ഫിറോസിന്റെ പരാമർശം. മുസ്ലിം ലീഗ്, ധോത്തി ചലഞ്ച്, ദുബായ് എന്നീ വിളികൾ ഇടയ്ക്കിടെ മുഴക്കിക്കൊണ്ടിരുന്ന ആളുടെ മുഖത്ത് മുമ്പ് സ്വജന പക്ഷപാത കേസിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെച്ച നിരാശയുടെ പാടുകൾ ഇപ്പോഴും കാണാമെന്നും അദ്ദേഹം പറഞ്ഞു. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായാൽ ഖുർആൻ ഉയർത്തിക്കാട്ടി രക്ഷപ്പെടാൻ ശ്രമിക്കും. കണ്ടാൽ അറിയിക്കണം, മകനെ തിരിച്ചു വരൂ, എല്ലാവരും കാത്തിരിക്കുകയാണ്. ഫിറോസിന്റെ പോസ്റ്റിന്റെ അവസാന വാചകങ്ങൾ പരിഹാസഭരിതമായിരുന്നു. മലയാളം സർവകലാശാല ഭൂമി ഏറ്റെടുക്കൽ നടപടി 2017 നിർത്തിവെച്ചിരുന്നുവെങ്കിലും പിന്നീട് ജലീൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെയാണ് പ്രക്രിയ വീണ്ടും ആരംഭിച്ചതെന്ന് ഫിറോസ് രേഖകളുമായി തെളിയിച്ചിട്ടുണ്ട്. സ്ഥലത്തിന് വില നിശ്ചയിച്ചതും ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനങ്ങൾ എടുത്തിരുന്നത് 2016 LDF സർക്കാർ അധികാരത്തിൽ എത്തിയതിനു ശേഷമാണെന്നും അദ്ദേഹം പറയുന്നു. ഫിറോസിന്റെയും ജലീലിന്റെയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും പരസ്പര ആരോപണങ്ങളും കഴിഞ്ഞ ചില ദിവസങ്ങളായി ശക്തമായ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകളും തെളിവുകളും പുറത്തു വന്ന ഈ സാഹചര്യത്തിൽ സർവകലാശാലയെ പോലെ പൊതുസംസ്ഥാനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ വ്യക്തവും തുറന്നുമുള്ള വിശദീകരണം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.